നമുക്ക് മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞുമകൾ ചില്ലറക്കാരിയല്ല, ഒരുപാട് ചില്ലറകളും കറൻസികളും ഒക്കെയുള്ള ഒരു കൊച്ചു മിടുക്കിയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഈ കുഞ്ഞു മിടുക്കിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹലോ, എൻ്റെ പേര് ദ്വാദശി എം പിള്ളി. ഞാൻ ചുനക്കര കൽപ്പക വീട്ടിൽ മഹേഷ് കുമാറിൻ്റെയും ദീപ ആറിൻ്റെയും മകളാണ്. ഞാൻ പഠിക്കുന്നത് സെയിൻറ്റ് ജോസഫ് കോൺവെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പറയംകുളം 6th സ്റ്റാൻഡേർഡിലാണ്. ഹായ് ദ്വാദശി, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം എന്തുവാ, എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് തന്നെ. ആഹാ, എന്തിനൊക്കെയായിരുന്നു നമുക്ക് റെക്കോർഡ്സ് കിട്ടിയത്? 66 രാജ്യങ്ങളുടെ 1056 കോയിൻസും 54 രാജ്യങ്ങളുടെ 223 കറൻസിയും കിട്ടിയെന്നാണ് എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്. ഇത് എത്ര നാളുകൊണ്ടാണ് ഇത്രയും കറൻസിയും കോയിൻസും ഒക്കെ കളക്ട് ചെയ്തത്? ഒരു കഴിഞ്ഞ വർഷം മുതലൊക്കെ ഇഷ്ടായിരുന്നു ഇതൊക്കെ നോക്കാൻ. ആരൊക്കെ ഹെൽപ്പ് ചെയ്തു വാങ്ങിത്തരാൻ? അമ്മയും അച്ഛനും മാമനും ഒക്കെ ഹെൽപ്പ് ചെയ്തല്ലേ. ഇനിയിപ്പോ മറ്റു ഹോബീസ് ഒക്കെ എന്തൊക്കെയാ? മാത്രമേ ഉള്ളൂ? ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, വയലിൻ ഉണ്ട്. ആഹാ, ഒരു പാട്ടൊക്കെ പാടോ? ഒരു പാട്ട് പാട്, കേക്കാലോ. പാട്ടല്ല, ഞാനൊരു കവിത ചൊല്ലാം. മതി. അമ്പലഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുൻപു മുതൽക്കേ ആനയിലെത്തിരി കമ്പമെനിക്കുണ്ടേ. അമ്പലഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുൻപു മുതൽക്കേ ആനയിലെത്തിരി കമ്പമെനിക്കുണ്ടേ. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ. പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. പാട്ട് പഠിക്കുന്നുണ്ടോ മോള്? ഉണ്ട്. എവിടെയാ പഠിക്കുന്നേ? മഹാലക്ഷ്മി ടീച്ചറിന്റെ അടുത്താ. ടീച്ചർ. പിന്നെ പാട്ട് കൂടാതെ ഡാൻസ് പഠിക്കുന്നുണ്ടോ? എവിടാ പഠിക്കുന്നേ? ഞാൻ വികാസ് സാറിൻ്റെ അടുത്തും ലീന ടീച്ചറിൻ്റെ അടുത്തും പിന്നെ ശ്രീലക്ഷ്മി ടീച്ചറിൻ്റെ അടുത്തുമാണ് പഠിക്കുന്നത്. ഇത് കൂടാതെ വേറെ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? വയലിൻ പഠിക്കുന്നുണ്ട്. വയലിൻ പഠിക്കുന്നുണ്ട്. അത് ഏത് സാറിൻ്റെ അടുത്താ പഠിക്കുന്നത്? ശശി സാറിന് പഠിക്കുന്നത്. ഇത്രയും രാജ്യങ്ങളുടെ കറൻസിയും കോയിൻസും ഒക്കെ ശേഖരിക്കുന്നുണ്ടല്ലോ, അപ്പൊ പെട്ടെന്ന് കുറെ രാജ്യത്തിന്റെ ഒക്കെ ചോദിക്കാണ്, പറയോ? ചോദിക്കട്ടെ. UK, പൗണ്ട് സ്റ്റെർലിംഗ്. കെനിയ ഷില്ലിംഗ്. തായ്ലാൻഡ്, ബാത്ത്. ബെലാറഷ്യൻ റബിൾ. ഭൂട്ടാൻ, നെഗിൾറാം. എല്ലാം അറിയാലോ. അപ്പം എത്ര രാജ്യങ്ങളുടെ, കുറേ രാജ്യങ്ങളുടെ കാണാതെ പഠിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പൊ എത്ര രാജ്യങ്ങളുടെ അറിയാം കറൻസിയും കോയിൻസും? രാജ്യങ്ങളുടെ അറിയാം. ആഹാ, അപ്പൊ ഞാൻ വേറൊരു രഹസ്യം ചോദിക്കട്ടെ. ഇത്രയും രാജ്യങ്ങളുടെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്നൊക്കെ പഠിക്കുന്നുണ്ടോ? സ്കൂളിലും പഠിക്കുകയാണോ? എല്ലാം പഠിക്കും. ഏതാ ഇഷ്ടപ്പെട്ട സബ്ജക്ട്? ബയോളജി ആണോ? അപ്പൊ പിന്നെ നമ്മള് ഇനിയിപ്പോ പുതുതായിട്ട് എന്തെങ്കിലും ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം ആയി? കുറെ കളക്ഷൻ ആയോ? കുറച്ചായിട്ടുണ്ട്. അപ്പൊ റെക്കോർഡ്സിന്റെ ആദ്യത്തെ ചവിട്ടുപടി എന്ന നിലയ്ക്ക് നമ്മൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടി. ഇനി അതേപോലെ ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, പിന്നെന്താ ഗിന്നസ് റെക്കോർഡ്, അങ്ങനെ ഒരുപാട് റെക്കോർഡ്സ് കിട്ടട്ടെ എന്ന് ഒരുപാട് ആശംസിക്കുന്നു. അതേപോലെ പഠനത്തിലും കലകളിലും എല്ലാം മികച്ച വിജയം കൈവരിച്ച് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്നേഹസല്ലാപം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ.